അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു യാത്രയുടെ വ്ളോഗാണ്. അപ്പം നമ്മൾ മത്ര വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ മനോഹരമായ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഒമാൻ രാജാവിൻ്റെ പാലസ് കാണാനാണ് പോകുന്നത്. ആ പോകുന്ന വഴിക്ക് നമ്മൾ ഇറങ്ങിയ കുറച്ച് സ്ഥലങ്ങൾ മാത്രം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മത്രയിലെ സൂക്ക് എത്തി. ഇത് മത്ര സൂക്കാണ്, മത്ര മാർക്കറ്റാണ്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇവിടെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും. പക്ഷെ അവിടെയൊന്നും നമ്മൾ ഇറങ്ങിയില്ല. അപ്പോൾ ഇവിടെ മത്രയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് വണ്ടി നിർത്തിയത്. അങ്ങനെ നമ്മൾ മത്ര ഫോർട്ട് കണ്ടിട്ട് കയറിപ്പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ടൈം കഴിഞ്ഞു. പിന്നെ നമുക്ക് കയറാൻ താല്പര്യമില്ലായിരുന്നു. ഒരുപാട് നേരം പോകും അവിടെ കയറിയാൽ. പിന്നെ ഒരു ആൾക്ക് 3 റിയാലാണ് അവിടുത്തെ ടിക്കറ്റ് ചാർജ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും പേര് കയറുമ്പം അതുകൊണ്ട് ഞങ്ങൾ കയറാൻ നിന്നില്ല. നമ്മൾ സമയം വെറുതെ അത്ര നേരം പോകുമല്ലോ എന്നോർത്ത് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കണ്ടു. പക്ഷെ അത് കാണാനായിട്ട് കൂടുതലും ഫോറിനേഴ്സാണ് അവിടെ വരുന്നത്. അപ്പം നമുക്ക് മുകളിൽ അവിടെ കയറി ചെല്ലുകയാണെങ്കിൽ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഇതാണ് മെയിൻ അവിടുത്തെ ഹൈലൈറ്റ്. പിന്നെ പഴയ കാലത്തെ ഒരു ഫോർട്ട്, അത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് കാണാതെ കുറച്ച് നേരം അവിടെ നിന്ന് പുറത്തു നിന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അത് കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. റോഡിലെ മനോഹരമായ പൂക്കൾ അലങ്കരിച്ചിരിക്കുന്നത് കണ്ടോ? ചെടികൾ വെച്ച് പിടിപ്പിച്ച് നല്ല രസമാണ് അവിടുത്തെ റോഡുകൾ കാണാൻ തന്നെ. ആ ഫോട്ടോയാണ് നമ്മൾ കാണാൻ പോയത്. ഇനി നമ്മൾ ചെറിയൊരു പാർക്കിലായിട്ടാണ് കയറിയത്. അപ്പോൾ ഇത് നമ്മളെ റിയാം പാർക്കാണ്. അതിമനോഹരമായൊരു പാർക്കാണ്. ഇവിടെ സമയം ചെലവഴിക്കാൻ നല്ല രസമാണ്. അവിടെ കുറച്ച് നേരം ഞങ്ങൾ ഇറങ്ങി നടക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ആ കാണുന്ന ഒമാൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റാണ്, ഒരു സ്മാരകമാണ്. 1990 20ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് അവർ പണി കഴിപ്പിച്ചൊരു സ്മാരകമാണ്. അവിടെ കയറുന്നാൽ നല്ലൊരു വ്യൂ ആണ്. അവിടുത്തെ സിറ്റിയും കടലും ഒക്കെ നല്ല രീതിയിൽ കാണാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ കയറ്റി വിടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു കാഴ്ച വീഡിയോയിൽ പകർത്തിയതാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് സമയം ചെലവഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്തൊരു യാത്രയിലേക്ക്, രാജാവിൻ്റെ കൊട്ടാരം കാണാനാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് ആഗ്രഹം. നേരത്തെ അവിടെ പോയിട്ടുണ്ട് ഇവിടെ വന്നിട്ടുള്ള സമയത്ത്. പക്ഷെ ഒന്നും കൂടി പോകാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് പോയതാണ്. ആ കാണുന്ന നല്ല കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഈ പാർക്കിൽ നമുക്ക് സമയം ചെലവഴിക്കാം. ഒരുപാട് ഒമാനികളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നല്ല തണുപ്പ് സമയമായതുകൊണ്ട് കുറച്ച് ആൾ കുറവാണ്. നല്ല തണുപ്പാണ്. ഇതാണ് ആ സ്മാരകം. നല്ല രസമാണ് അത് കാണാൻ തന്നെ. നമുക്കൊരു വിളക്കിൻ്റെയൊക്കെ ഒരു രൂപം. അപ്പോൾ വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. ഇത് കണ്ടില്ല, മനോഹരമായ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രസമാണ് കാണാൻ തന്നെ.
ഈ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ തന്നെ നല്ലൊരു ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും മക്കൾക്കും എല്ലാം യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ട സ്മാരകമാണ് കാണുന്നത്. അവിടെ കയറുന്നാലും നമുക്ക് ഈ സിറ്റിയും നല്ല കാഴ്ചകൾ കാണാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ അവിടെ കയറ്റാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ ഈത്തപ്പന മരമൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. നല്ലൊരു സീനറിയാണ്. ഒമാൻ്റെ പ്രത്യേക ഹൈലൈറ്റും ഈ മലകളൊക്കെയാണ്. ഇവിടെ ഇതുപോലത്തെ എല്ലാം നല്ല വലിയ വലിയ കുന്നുകളാണ്. അങ്ങനെ നമ്മൾ ആ പാലസിൻ്റെ അടുത്തെത്തി. ഇത് ഇവിടുത്തെ നാഷണൽ ലൈബ്രറിയാണ്. പക്ഷെ അതും സമയം കഴിഞ്ഞു പോയി നമ്മൾ വന്നപ്പോൾ. പിന്നെ കയറിയിട്ട് കാര്യമില്ല, 4 വരെയുള്ള അതിൻ്റെ ടൈം. അപ്പോൾ അവിടെ കയറാൻ വേണ്ടി ഞങ്ങൾ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങി വരുന്നവർ പറഞ്ഞു ഈ കയറിയിട്ട് കാര്യമില്ല, ടൈം കഴിഞ്ഞു. അവരും കയറിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് നോക്കിയിട്ട് തിരിച്ചു വന്നു. ഇതാണ് നമ്മുടെ ഒമാൻ നാഷണൽ ലൈബ്രറി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒമാൻ പാലസ്. അപ്പോൾ ഇത് അൽ അലാം പാലസ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഒമാൻ രാജാവിൻ്റെ കൊട്ടാരമാണ്. അപ്പം എപ്പോഴും ഇവിടെ രാജാക്കന്മാരൊന്നും കാണില്ല. അവരൊരു പ്രത്യേക ദിവസങ്ങളിലോ ഒത്തുകൂടലുകളിലൊക്കെ മാത്രം ഇവിടെ വരുമെന്നുള്ളതെന്നാണ് അറിഞ്ഞത്. കൂടുതലായി ഡീറ്റെയിൽസ് നമുക്കറിയില്ല. എങ്കിലും നല്ല മനോഹരമായ സ്ഥലമാണ്. ഇതൊക്കെ ഓരോ പ്രധാനപ്പെട്ട ഓരോ സെക്ഷനുകളാണ് കേട്ടോ. നമ്മളവിടെ ഒരു സ്ഥലം നോക്കിയപ്പോഴത്തേനും അവിടെ മിനിസ്ട്രി ഓഫ് ഫിനാൻഷ്യൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല കാഴ്ചക്കാരുണ്ട്. കൂടുതലും ഞാൻ പറഞ്ഞ പോലെ ഫോറിനേഴ്സാണ് ഇങ്ങോട്ട് കൂടുതലും വരുന്നത്. പിന്നെ സ്വദേശികളും ഉണ്ട്. ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ കേട്ടോ. ഈ കൊട്ടാരം തന്നെ ഒരു ഏക്കർ കണക്കിന് സ്ഥലമുണ്ടെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ചെടികളും പൂന്തോപ്പുകളൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഇവിടെ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ. എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളും കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല കളറാണ്. പൂക്കളുടെയൊക്കെ ഭംഗിയുണ്ടോ, എന്ത് രസമാണെന്നറിയുമോ. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും നിൽക്കാനായിട്ടൊക്കെ പോവുകയായിരുന്നു.
അങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ. അപ്പോൾ അവിടുത്തെ പൂന്തോട്ടത്തിൻ്റെ ഭംഗി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇപ്പം നമ്മുടെ ബോഗൺവില്ല പൂക്കൾ കണ്ടോ, അവർ ചെടി വെട്ടി നിർത്തിയ പൂക്കൾ മാത്രമേ അതിൽ കാണുന്നുള്ളൂ. നല്ല രസമാണ് കാണാൻ. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം നമ്മൾ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് ഫോൺ ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത്, ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അപ്പം ഇതാണ് നമ്മുടെ കൊട്ടാരം. അവിടെ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഉണ്ട്. അവരിങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഞങ്ങളോർത്ത് ഞങ്ങളെ വഴക്ക് പറയാൻ എങ്ങാണ്ട് വരുവാണോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടെന്ന്. പക്ഷെ അല്ലായിരുന്നു, അവർ പുറത്തോട്ട് ഇറങ്ങാനാണ്. എല്ലാവരും വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കൊട്ടാരത്തിൽ നിന്ന് തിരിച്ച് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേനും അവിടെ നിന്ന് ഒരുപാട് കാഴ്ചക്കാർ വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ മദ്ര കോർണിഷ് എന്നറിയപ്പെടുന്ന സ്ഥലമേ എത്തി. പക്ഷെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. തണുപ്പായതുകൊണ്ട് നമുക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോകണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങിയില്ല. ജസ്റ്റ് വണ്ടിയിൽ നിന്നുള്ള കാഴ്ചയാണ്. പക്ഷെ അവിടെ അതിലിറങ്ങി നടക്കാൻ നല്ല രസമാണ്.
അപ്പോൾ ഇവിടെ കുറേ ഷിപ്പ് കിടപ്പുണ്ട്. അതിൽ ഈ കാണുന്നതാണ് വൈറ്റ് കളർ കിടക്കുന്നത് നമ്മുടെ ഒമാൻ സുൽത്താൻ്റെ ഷിപ്പാണ്. അങ്ങനെ മനോഹരമായ കാഴ്ചകളോടെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.